ദിവസത്തിനകം ഗ്ലോബൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിൽ നിന്നൊരു കവർ കൊണ്ടുവരും. അത് ഭദ്രമായി സൂക്ഷിച്ച് വരുമ്പോ കൂടെ കൊണ്ടുവരണം. ഓക്കെ, ടെലഗ്രാം വേഗം അടിക്കണം കേട്ടോ. ഷ്യൂർ. ഗുഡ് നൈറ്റ്. गुड नाइट. आया, इधर आओ. आओ इधर. हम चले गए केरला, तुम आओगी? हमने क्या आएगा? अकेली रहोगी तो भूत पकड़ेगा. പോലെ അത്ര എളുപ്പമല്ല മിസ്റ്റർ കുമാർ. ആ ജി.കെ. മേനോനുണ്ടല്ലോ, അയാൾ ഓടി നടന്ന് വിദ്യാഭ്യാസത്തിന്റെ ഷെയറുകൾ വാങ്ങുന്നു. ആ കമ്പനി തട്ടിയെടുത്തേ അയാൾ അടങ്ങും. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ശ്രമം ഏറ്റവും രഹസ്യമായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഐ നോ ഇറ്റ്. ഞാൻ പരമ രഹസ്യമായി തന്നെ കാര്യങ്ങൾ ഒപ്പിക്കുന്നു. കുടുംബത്തിലെ മുമ്പേഴ്സ് അല്ലാത്തവരുടെ ജാസ്തി ഷെയറുകൾ ഞാൻ വാങ്ങിക്കഴിഞ്ഞു. ഗുഡ്. വിക്രമ മാർത്താണ്ഡാസിന്റെ ഒരു തങ്കച്ചിയുണ്ട്, സുശീല കർത്ത. ഞാൻ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കി, എടുക്കുന്നില്ല. ആ വീടും പൊരയിടവും അവിടെയും മേൽപ്പടി സുശീല കർത്ത ഒരേ പിടിവാശ തന്നെ. അവർ കൂടെ സമ്മതിച്ചാലേ കാര്യം നടക്കൂ. ഞാൻ വളരെയേറെ പറഞ്ഞു നോക്കി. കല്യാണം കഴിഞ്ഞിട്ടില്ല, നല്ല പ്രായമെല്ലാം വെറുതെ കളഞ്ഞു. നാഷണൽ വേസ്റ്റ്. ഞാൻ സ്വല്പം റൊമാൻറ്റിക്കായിട്ട് തന്നെ അപ്രോച്ച് ചെയ്ത് നോക്കി, അനക്കമില്ല. ഞാനൊന്ന് ശ്രമിക്കാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല? അതിനി സമയമുണ്ടല്ലോ. ഗുഡ്. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. വന്നതെന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഒരു അതിഥി വീട്ടിൽ വന്നാൽ ഒരു കപ്പ് ചായയോ കാപ്പിയോ ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്തിട്ട് വേണ്ടേ ബിസിനസ് സംസാരിക്കാൻ? ബിസിനസ്സോ? അതെ, ബിസിനസ്. യഥാർത്ഥ ബിസിനസ്സുകാർ വിസ്കി സോഡയില ബിസിനസ് ചർച്ച ആരംഭിക്കുക. നിങ്ങൾ എന്തിനു വന്നോന്ന് പറയും. ബിസിനസ് ചർച്ച ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടായിട്ടില്ല. പിറ്റാപ്ലക്സ് ഇൻഡസ്ട്രീസിന്റെ നല്ലൊരു ഭാഗം ഷെയർസ് കയ്യിലുള്ള മിസ് സുശീല കർത്തയാണോ ഇത് പറയുന്നത്? കാരണവന്മാരുണ്ടാക്കിയതിന്റെ ഒരു പങ്ക് എനിക്ക് കിട്ടി. ചേട്ടനാണോ നടത്തുന്നത്? കമ്പനി നടത്തിപ്പിൽ താല്പര്യമില്ലാത്തിടത്തോളം കാലം ആ ഷെയർസ് വിൽക്കുകയല്ലേ നല്ലത്? ഞാൻ സമ്പാദിച്ചതല്ല, അതുകൊണ്ട് തന്നെ അത് വിൽക്കാൻ അവകാശമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജ്യേഷ്ഠന്മാർ രണ്ടുപേരും കൂടി ഭരിച്ചാൽ ഷെയർസിന് വിലയില്ലാതാകും. അതൊരു നഷ്ടമായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാൽ ആ ഷെയർസ് വാങ്ങാനാണ് ഞാൻ വന്നത്. ചോദിക്കുന്ന വില തരും. ലക്ഷം രൂപ വെച്ച് തന്നാലും ഞാനത് വിൽക്കില്ല. ഞാൻ വാങ്ങും. മാത്രമല്ല, മരിച്ചുപോയ നിങ്ങളുടെ സഹോദരിയുടെ വീടും പറമ്പും വാങ്ങാൻ ഞാൻ നിശ്ചയിച്ചു. അനാഥമായ വസ്തുവിന് സ്വാഭാവികമായി നിങ്ങൾ മൂന്നുപേരുമാണല്ലോ അവകാശം. അത് അനാഥമാണെന്നോ അതിന് അവകാശികളില്ലെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്താ അങ്ങനെ? അത് നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ വസ്തു ഞാൻ വാങ്ങും. നിങ്ങളുടെ ഷെയർസും വാങ്ങും. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ആ വക്കീൽ സ്വാമിയാണ് എനിക്ക് വേണ്ടി വസ്തു വാങ്ങുന്നത്. ഞാനിവിടെ വന്ന വിവരവും വസ്തുവും ഷെയറും ഞാനാണ് വാങ്ങിയതെന്ന വിവരവും മറ്റാരും അറിയരുത്. അതിന് വസ്തുവും ഷെയറും വിൽക്കാൻ സമ്മതമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല, പക്ഷെ ഞാൻ വാങ്ങും. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവും. ബൈ ദ ബൈ, എന്തേ ഇതുവരെ വിവാഹം കഴിക്കാത്തെ? നിങ്ങൾക്ക് പോകാം. മൂത്ത സഹോദരിയുടെ വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിച്ചപ്പോ ഒറ്റയ്ക്ക് കഴിയുന്നതാണ് നല്ലതെന്ന് തോന്നി. അല്ലേ? ആകെ ചോരമേ. എനിക്ക് മറ്റു ജോലികളുണ്ട്. ഞാൻ എത്ര ദൂരെ നിന്നാണ് ഒന്ന് കാണാൻ വേണ്ടി വന്നതെന്നറിയാം. എനിക്ക് നല്ല സുഖമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. അല്ലേ? ഓ, എന്റെ പേര് പറഞ്ഞില്ലല്ലോ. വി കുമാർ, വിജയകുമാർ.
നിങ്ങളോട് ആര് പറഞ്ഞു ഇതിനകത്ത് കടന്നു വരാൻ? താനാരാ ചോദിക്കാൻ? കടക്ക പുറത്ത്, ഇല്ലെങ്കിൽ പിടിച്ച് പുറത്താക്ക്. വിടറാ വിടറാ റാസ്കൽ. ഐ എം വിനോദ്, GK മേനോൻസ് പ്രൈവറ്റ് സെക്രട്ടറി. ഇത് GK മേനോന്റെ പ്രോപ്പർട്ടിയാണ്. അല്ലാന്ന് പോയി പറഞ്ഞേക്കേ. കാർ ബ്ലൂ ട്രാവൽസിന്റേതാണ്. പൂമുഖത്ത് നിന്നിരുന്നത് ബ്ലൂ ട്രാവൽസിന്റെ MD രവീന്ദ്രൻ. മറ്റേയാൾ നമ്മൾ ഉദ്ദേശിച്ചതും തന്നെ. I see. Get me police station. May I come in? അനുവാദത്തിന്റെ ആവശ്യമില്ലല്ലോ ഇൻസ്പെക്ടർ. യു ആർ ഓൾറെഡി ഇൻ. പ്ലീസ് ബി സീറ്റഡ്. നിങ്ങൾ മേനോൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്തുള്ള ഒരു പുഴയിടത്തിൽ അതിക്രമിച്ച് കടക്കുകയും തടയാൻ ശ്രമിച്ചവരെ ആക്രമിക്കുകയും ഉണ്ടായോ? ഉടമസ്ഥന്റെ അനുവാദത്തോടെ ഞാൻ ആ വീടും പുരയിടവും ചുറ്റിയടന്ന് കണ്ടു. അധികാരമില്ലാതെ തടയാൻ വന്നവരോട് അവരർഹിക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. ആ പുരയിടത്തിന്റെ ഉടമസ്ഥന്മാരായ കർത്താക്കന്മാരുടെ അനുവാദം നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. കർത്താക്കന്മാരുടെ അനുവാദത്തിന്റെ ആവശ്യം എന്താ? ആ വീടും പുരയിടവും ഇപ്പോ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യരുടെ വകയാണ്. വാട്ട്? ഇംപോസിബിൾ! ശുദ്ധ നുണ. സൂക്ഷിച്ച് സംസാരിക്കുന്ന ഇൻസ്പെക്ടർ, ഇല്ലെങ്കിൽ മാനനഷ്ട കേസിൽ പ്രതിയായി കോടതി കയറേണ്ടി വരും. ഡയൽ 32427. അതാണ് മിസ്റ്റർ സുബ്രഹ്മണ്യരുടെ നമ്പർ. ஹலோ, யாரப்பா நைட்ல தூக்க விடாம போன் பண்றது? 32427 അല്ലേ? 3242 என்ன வேணும்? ഹലോ, ഇത് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യയുടെ വീടല്ലേ? ஆமா, என் அம்மா அப்பா போட்ட பேரு சுப்பிரமணியர். தொழில் வக்கீல் பணி. என்ன வேணும்? ഗുഡ് ഈവനിങ്. ഞാൻ ഇൻസ്പെക്ടർ സോമനാണ്. குட் மார்னிங். தூங்கி எழுந்திரிச்சா மார்னிங் தானே? என்ன இன்ஸ்பெக்டர் சார், கொலைகாரதையும் கிளைகாரதையும் கூப்பிடுற மாதிரி அடுத்த ராத்திரியில உங்களுக்கு தூக்கம் கிடையாதா? ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. சொல்லி தொலைக்கணும் சார். മേനോൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്തുള്ള കർത്താക്കന്മാരുടെ ഒരു വീടും പറമ്പും നിങ്ങളുടെ കൈവശമാണെന്ന് കേട്ടു. അതിനകത്ത് ചുറ്റിനടന്ന് കാണാൻ നിങ്ങൾ ആർക്കെങ്കിലും അനുവാദം കൊടുത്തിരുന്നോ? കാശ് കൊടുത്ത് വാങ്ങിച്ച പുരയിടത്തിൽ ആർക്കെങ്കിലും ചുറ്റി നടന്നു കാണാൻ അനുവാദം കൊടുക്കാൻ പോലീസിന്റെ അനുവാദം വാങ്ങിക്കണമോ സാർ? ഒരു മിസ്റ്റർ കുമാറിന് കൊടുത്തോ എന്നാണ് അറിയേണ്ടത്. ഇന്ന് കൊടുത്തു, ഇനിയും കൊടുക്കും, നാളെയും കൊടുക്കും, കൊടുത്തില്ല എന്നും വരും. അറിഞ്ഞിട്ടെന്ന് വേണം. സോറി ഫോർ ദ ട്രബിൾസ്. എന്നാ സോറി സാർ. ഇനിയും ഒരു വാട്ടി സാപ്പിട്ടാ തന്നെ തൂങ്ങ முடியும். സംസാരം തൂങ്ങിയാச்சு. ഇനി யாரு சமைச்சு போடுறது? சாரியாவது மண்ணாங்கட்டியாவது நான் சார். What about a drink, Inspector? A scotch? No, thanks. GK മേനോന്റെ കമ്പനിയിലെ കുടിക്കൊള്ളായിരിക്കും. What? Take it easy, Inspector. അമ്മാവനോ? വരണം വരണം. പക്ഷെ മേനോനില്ലേ ഇവിടെ? ഞങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ വരും. ഫോണുണ്ടായിരുന്നു. ഇരിക്കണം. കൊച്ചമ്മാവനിരുന്നില്ലല്ലോ. ഞാൻ ഇരുന്നോളാം. ഇരുന്നോ. പിന്നെ എന്തൊക്കെയുണ്ട് സീതയെ വിശേഷം? സുഖം തന്നെയല്ലേ? സുഖക്കുറവൊന്നുമില്ല. കോട്ടയത്ത് പോവാറുണ്ടോ? സുശീല അമ്മായിയെ കണ്ടിട്ട് കുറെ നാളായി. സുഖമാണല്ലോ. അവക്ക് എന്താ സുഖത്തിന് കുറവ്? മാസാമാസം ശമ്പളം കിട്ടും. മറ്റൊരാളെ ചൊല്ലിയുള്ള പ്രാരാബ്ധങ്ങളില്ല, ചുമതലകളില്ല. പിന്നെ ആകെയുള്ള ഒരു അസുഖം അനുസരണക്കേട്. അതെ അതെ, ചേട്ടൻ പറഞ്ഞതാ ശരി. ഞാനിപ്പോ അവളുടെ കാര്യസ്ഥനും ഇവൻ കന്നാലിച്ചോ. എനിക്ക് കന്നാലി എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പിന്നെ ഒരു സഹോദരിയല്ലേ ഉള്ളൂ. എന്ത് തെറ്റ് ചെയ്താലും ഞാൻ വേണമല്ലോ സഹിക്കാൻ. എനിക്ക് വേണ്ടി തന്നെ ചേട്ടൻ എന്തുമാത്രം സഹിക്കുന്നു. കുടുംബത്തിൽ മൂത്തവനായി പോയാൽ കുറേയേറെ സഹിക്കേണ്ടി വരും. അത് കർത്തവ്യം.
മോനെവിടെ? ഇന്ന് സ്കൂളുണ്ട്. ശ്രീദേവിയുടെ കല്യാണം നടന്നത് ഇന്നലെയാണെന്നോ? ചേട്ടൻ തന്നെയല്ലേ നടത്തിയത്? അതെന്റെ കടമ. കുടുംബത്തിലുള്ള പെൺകുട്ടികളെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്തവൻ കാരണത്താനും ഏറ്റെടുത്തിട്ട് കാര്യമില്ല. ചേട്ടൻ എപ്പോഴും കുടുംബം കുടുംബം എന്നൊരു വിചാരമേ ഉള്ളൂ. എന്നാ സ്വന്തം കാര്യം നോക്കുന്നുണ്ടോ? അതൊട്ടില്ലതാ. വന്നല്ലോ. എന്താ അയണിക്കൽ കർത്താക്കന്മാർക്ക് ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയത്? തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അറിയാം, എന്നാലും മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റു മാർഗമില്ലാഞ്ഞിട്ടല്ല, ഞാൻ തരുന്നതിനേക്കാൾ കൂടുതൽ വില മോഹിച്ചിട്ട്. ഇത്ര നാളായിട്ടും നിങ്ങൾക്ക് GK മേനോന്ന് മനസ്സിലായിട്ടില്ല. ഒന്നുമില്ലെങ്കിലും മനുഷ്യനായാൽ നന്ദി വേണം. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മറ്റൊന്നും തോന്നരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് തരാനുള്ള പണം പലിശ സഹിതം കിട്ടണം. കുറെ പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യമായില്ല. നമ്മുടെ ഇടപാടുകളെല്ലാം ഇന്ന് തീരണം. സ്നേഹിക്കാനോ വിശ്വസിക്കാനോ കൊള്ളരുതാത്ത കൂട്ടരാണ് നിങ്ങൾ. വലിയ തറവാടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? You shut up. ഒന്നും മിണ്ടായില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് സുശീലയെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത്. മരിച്ചാലും ഇത് വിൽക്കില്ലെന്നായിരുന്നു അവളുടെ വാശി. വക്കീൽ സ്വാമിക്കാന്നറിഞ്ഞപ്പോ ഒരു പകുതി സമ്മതം മൂളി. എന്താ എന്റെ പണം പണമല്ലേ? ഇതിൽ ഇരട്ടി ഞാൻ തരുമായിരുന്നല്ലോ. അപ്പൊ അതല്ല, എനിക്ക് തരാൻ പാടില്ല. അത് അയണിക്കൽ കർത്താക്കന്മാർക്ക് കുറച്ചിലല്ലേ? ചിന്തിക്കാത്ത കാര്യം പറയരുത്. എന്നാൽ എന്നെ വിവരം അറിയിക്കാത്തത്? സുശീലയുടെ സ്വഭാവം മാറുന്നതിന് മുമ്പ് ആ പ്രമാണം നടത്തി കുറെ പണം ഇവിടെ